ഇവിടെ ഒരു കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ആറ്റുകാൽ അമ്പലം കോഴിക്കോട്ടേക്ക് മാറ്റാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. ആറ്റുകാലമ്മയും ശ്രീപത്മനാഭനും ഒക്കെ തിരുവനന്തപുരംകാരുടെ ഒരു കൊച്ചഹങ്കാരമാണ്. ഇവിടെ വരണം, അവരൊക്കെ കാണണമെങ്കിൽ. അതുപോലെ ഇപ്പോൾ ഈ സൗമ്യ ആദ്യമായിട്ട് പൊങ്കാല കാണുന്നതെന്ന് പറഞ്ഞ പോലെ ഈ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്ന വിഭവങ്ങളുണ്ടല്ലോ, ഈ നിവേദ്യം നൽകാൻ വേണ്ടി, അതിലും ഓരോ സാധനങ്ങൾ കാണുമ്പോഴും സൗമ്യ ഇങ്ങനെ കൗതുകപ്പെട്ട് നടക്കുകയാണ്. തെരളി ആദ്യമായിട്ടാണ് സൗമ്യ കാണുന്നത്. ഇതുവരെ കോഴിക്കോട്ടുകാർ വയണയിലയിൽ ഒരു വിഭവം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് സൗമ്യ പറയുന്നത്. അങ്ങനെയാണോ? അതെ, പതിവില്ല അങ്ങനെ. കോഴിക്കോട് പ്രത്യേകിച്ചും ഞാൻ കുറച്ചുകൂടി കോഴിക്കോടിന്റെ മണമുള്ള സുഗന്ധമുള്ള വയണയിലയിൽ നിങ്ങൾ ഒരു സാധനവും ഒരു വിഭവം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ കോഴിക്കോടുകാരെ എന്നെ ചീത്ത വിളിക്കും, കാരണം അവരുണ്ടാക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്റെ പരിചയത്തിൽ ഇത്രയും പ്രായത്തിലുള്ള ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ അമ്മയ്ക്ക് നിവേദിക്കാൻ വേണ്ടിയിട്ട് തെരളി ഉണ്ടാക്കുന്നതാണ്. ചേച്ചി, നിങ്ങൾ എവിടുന്നാ? കണ്ട് ഈ കുട്ടി കോഴിക്കോട് നിന്ന് വരുന്ന കുട്ടിയാണ്. ഈ കുട്ടി ആദ്യമായിട്ടാണ് തെരളി കാണുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക, ചോദിച്ചു മനസ്സിലാക്കുക. അരിപ്പൊടി, പഴം, ശർക്കര, ഇതെല്ലാം ഏലക്ക, കുറച്ച് നെയ്യും ഇത് മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അരിപ്പൊടിയാണോ? അരിപ്പൊടി വറുത്തത്, ചെറുതായിട്ട് വറുത്തത്. അരിപ്പൊടി വറുത്ത് ശർക്കരയും പഴവും കുറച്ച് നെയ്യും എല്ലാം കൂടെ ഏലക്കപ്പൊടി ഇട്ട് നമ്മൾ കൈവച്ച് മിക്സ് ചെയ്ത് ഇലയിലേക്ക് മടക്കി വെക്കും. ഈ ഇല എവിടുന്നാ എടുക്കുന്നത്? ഇത് വയണയുടെ ഇല, വയണ ഇല. ഇത് കഴിയുമ്പോൾ വയണയിലയുടെ മണം അപ്പത്തിനും ഉണ്ടാവും. ഈ വയനയിലയിൽ ഈ തെരളിയപ്പം അല്ലേ, തെരളി ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു വിശ്വാസം, ഈ ഏതെങ്കിലും ഒരു കാര്യസിദ്ധി അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഉണ്ടാവാം, പക്ഷെ ഞങ്ങൾക്ക് അത്ര അറിയില്ല. അമ്മയ്ക്ക് അതേ സൗമ്യ ആറ്റുകാലമ്മയ്ക്ക് പായസം, വെള്ളച്ചോറ്, തെരളി, മണ്ടപ്പുറ്റ്, ഇങ്ങനെ പ്രിയപ്പെട്ട കുറച്ച് വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളാണ് പൊങ്കാലയുടെ ഭാഗമായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർ അർപ്പിക്കുന്നത്. അതിൽ ചിലർ പൊങ്കാല മാത്രം ഇടും, ചിലർ ഇതെല്ലാം വിഭവങ്ങളുണ്ടാക്കും. നിങ്ങളിപ്പോൾ എത്ര പൊങ്കാല ഇടുന്നുണ്ട്? ഒരു അമ്മയെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത്. അമ്മ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് പൊങ്കാലയുടെ വിഭവങ്ങൾ, പൊങ്കാലയുടെ ആചാരങ്ങൾ എങ്ങനെയാണ്. കൗണ്ടറിന്റെ അടുത്ത് കാത്തു നിൽക്കുന്നു. ഹരിതലിൽ നിന്നും വന്ന രാധ, വിജയമ്മ, ഡ്രൈവർ സന്ദീപ് എന്നിവരെ കാത്ത് ചന്ദ്രിക സേവാഭാരതി കൗണ്ടറിനടുത്ത് കാത്തു നിൽക്കുന്നു. എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. അമ്മയെ ശരണം, ദേവി ശരണം. മണ്ടപ്പുറ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? എന്ത് വെച്ചാ ഉണ്ടാക്കുന്നത്? അരിമാവ് വറുത്ത് പൊടിച്ച്, പിന്നെ പയർ കൂടി എല്ലാം ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ. ജീരകമൊക്കെ ചേർക്കാൻ തോന്നില്ല? ജീരകം കൂടെ ചേർക്കാൻ തോന്നില്ല? ജീരകം അങ്ങനെ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പിന്നെ ഒരു ഇഡലി കുട്ടത്തിൽ ഏലക്ക, എന്നിട്ട് ഇഡലി കുട്ടത്തിൽ ഇത് വെച്ച് അതിൻ്റെ മണ്ടയിൽ വാരി കുത്തി, പിന്നെ കണ്ണ്, മൂക്ക് എല്ലാം വരച്ച് ഒരു ആൾരൂപം പോലെ തല വരച്ച് അങ്ങനെ. അതിന് ആൾരൂപം വരയ്ക്കൂലേ? അതാണ് ഈ ശിരസ് സംബന്ധമായ അസുഖങ്ങളൊക്കെ. ഇപ്പൊ എവിടുന്നാ വരുന്നേ? ചടയമംഗലം. ജഡായുവിന്റെ നാട്ടിൽ നിന്നാ വരുന്നത്. ചടയമംഗലത്തിന്റെ കഥ അറിയാമോ? ഇല്ല, അറിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബേർഡ് സ്റ്റാച്യു ഇരിക്കുന്ന ജഡായുപ്പാറയിലാണ്. സീതാപഹരണ സമയത്ത് ജഡായു പുഷ്പവിമാനം തടഞ്ഞപ്പം രാവണൻ ചിറകരിയും ജഡായു വീണു എന്ന് വിശ്വസിക്കുന്ന പാറയാണ്. ആ പാറ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഒരുപാട് പേര് ഇപ്പം ജഡായു പാറ വരുന്നുണ്ടോ? മോഷണ സാധ്യത കൂടുതലായതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ടപ്പുറ്റെന്ന് തലവേദനയ്ക്ക് തല സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഈ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്നത്. അത് ഈ പയറിൻ്റെ അലവും ശർക്കര അരിപ്പൊടിയും കൂടെ കുഴച്ച് ആ രൂപത്തിൽ ഉണ്ടാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു. ചടയമംഗലത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരാണ്. കൊല്ലം ജില്ലയാണെങ്കിലും തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്നത്. അവിടുന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. എത്ര വർഷമായി നിങ്ങളൊക്കെ? കുറേ കാലം കൊണ്ടേ വരുന്നുണ്ട്. എല്ലാ ദിവസവും വന്നു പോകും. വരുന്നില്ലെന്ന് വിചാരിച്ചിരുന്നാലും നമ്മൾ വന്നു പോകും. അമ്മ വിളിക്കും നമ്മളെ വരാനായിട്ട്. അമ്മയുടെ ശക്തി. നാളിലെ ഞാൻ ഇവിടെ വരക്കം തുടങ്ങിയതാണ്. അന്ന് ഈ ഇവിടെ പണയായിട്ടാണ്, വയലാണല്ലേ, തെങ്ങും പണയും വയലുമായിട്ടൊക്കെയാണ് ഞങ്ങൾ കുളിക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചടങ്ങലത്ത് കൊണ്ടുപോയതിന് ശേഷം
പിന്നെ കൊച്ചുങ്ങളൊക്കെ ഒരു പരുവായപ്പം വീണ്ടും വരക്കം തുടങ്ങി. ആ കാലത്തിന്റെ മാറ്റം പേരെന്താ? സുലോചന. അമ്മ ഇങ്ങനെ നൊസ്റ്റാൾജിയയിൽ ചെറുപ്പകാലത്തെ കുഞ്ഞുനാളിൽ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ വന്നപ്പോൾ ഇവിടെ വലിയ പാടശേഖരവും തെങ്ങുന്തറയൊക്കെ ആയിരുന്നു. തിരുവനന്തപുരത്തിന്റെ മാറ്റം മുഴുവൻ കണ്ടവരാണ് അവരിൽ കൂടുതലും. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പം തന്നെ ആ കാര്യം കൂടി പറയണം. തിരുവനന്തപുരത്തിന്റെ ഓരോ ആ നഗരം മാറി മറിഞ്ഞത് മുഴുവൻ ഈ പൊങ്കാലയ്ക്ക് എത്തുന്നവരെല്ലാം കാണുന്നുണ്ട്. ഇവിടെ